ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLCയുടെ 13ാമത്തെ പാഠമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പ്രധാനമായിട്ടും ഈ പാഠത്തിൽ ആകെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് 3 സെക്ഷൻസ് മാത്രമാണ്. അതിൽ മീനും മീഡിയനിലാണ് 2 സെക്ഷൻ കൂടി പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മീൻ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ മാധ്യം. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ സം ബൈ എൻ അല്ലെങ്കിൽ തുക ബൈ എണ്ണമാണ് എന്തെന്ന് പറയുന്നത് മീൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ മീഡിയൻ എന്നൊക്കെ പറയുന്നത് ഏകദേശം നടുക്കുള്ള അല്ലെങ്കിൽ മിഡിൽ ആയിട്ടുള്ള വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നത്, മീനും മീഡിയനും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ മീൻ എന്താണ്, നമ്മൾ മീനെ തന്നെയാണ് വേറെ പേര് പറയുന്നത് എന്തെന്ന്, ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ മീൻ എങ്ങനെയാണ് എടുക്കുന്നത്, സം ബൈ എൻ ഇസ് ഈക്വൽ ടു തുക ബൈ എണ്ണം എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിടികിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ മീൻ കാണാൻ പോവുക. നമ്മൾ എങ്ങനെയാണ് മീൻ കാണുന്നത്, തുക അല്ലേ, ഏതൊക്കെയാണോ തന്നിരിക്കുന്നത് അവരുടെ തുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, 2 + 5 + 7 + 3 + 1 ബൈ എണ്ണം. എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5. എത്ര എണ്ണമാണുള്ളത്, 5 എണ്ണമാണുള്ളത്. ഈക്വൽ ടു 2 + 5 എത്ര കിട്ടും, 7 7 + 7 14 14 + 3 എത്രയാണ്, 15 16 17 18. ഇതാണ് എന്ത്, നമ്മുടെ മീൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഡിവൈഡും കൂടെ ചെയ്ത് എഴുതിക്കോ, 18/5 എത്ര ആണെന്ന് കൂടെ കണ്ടുപിടിച്ചോ. ഓക്കെ, ഇങ്ങനെയാണ് മീൻ കാണുന്നത്. അപ്പോൾ സിമ്പിൾ അല്ലേ മീൻ കാണാൻ. ഇനി അടുത്തതായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം. എന്താണ് മധ്യമം, മീഡിയൻ അല്ലെങ്കിൽ മധ്യമം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ എങ്ങനെ എഴുതണം, അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. ഇവിടെ നമുക്ക് എന്ത് പറയാം, അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് പറയുന്നത്, എന്ത് പറയും, ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഓക്കെ, അസെൻഡിങ് അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ ആദ്യം അറേഞ്ച് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യാനുള്ളതെന്ന് അറിയാമോ, നടുക്കുള്ള വാല്യൂ ഏതാണോ അതെടുത്ത് എഴുതുക. ഓക്കെ, മിഡിൽ വാല്യൂ ഏതാണോ അതെന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. ഓക്കെ, അതാണ് ചെയ്യുന്നത്. നടുക്കുള്ള എന്താണോ അതെടുത്ത് എഴുതുകയാണ് എന്ത് ചെയ്യുന്നത്, മീഡിയത്തിന് ചെയ്യുന്നത്. പിന്നെ ഈ മീഡിയത്തിന് വേറെ 2 സ്വഭാവങ്ങൾ വരും. ഇപ്പോൾ നമുക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ നടുക്കുള്ള വാല്യൂ, ഇപ്പോൾ നമ്മൾ ഇത് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുമ്പോഴത്തേക്കും നടുക്കുള്ള വാല്യൂ കിട്ടുമല്ലോ, അതിപ്പോൾ 30 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 30 എണ്ണമാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടായിരുന്ന നമ്പറാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പല വാല്യൂസ് 30 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് 30 അസെൻഡിങ് ഓർഡറിൽ എഴുതണമല്ലോ. അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം 30 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 30 എണ്ണമാണെങ്കിൽ എന്ന് പറഞ്ഞ് എന്ത് നമ്പർ ആയിരിക്കും, ഈവൻ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്താണ്, n = 30. ഈവൻ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മിഡ് പോയിൻ്റ് അല്ലെങ്കിൽ മീഡിയൻ കാണുന്നതെന്നറിയാവോ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ n/2ഉം n/2 + 1 ടേമും എടുക്കും. ഓക്കെ, n/2th ടേമും n/2 + 1th ടേമുമാണ് എടുക്കുന്നത്. ഈവൻ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ വരുമ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെ എടുക്കും, നമ്മൾ 30/2 എടുക്കും, 30/2 + 1 എന്നും എടുക്കും. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 15ഉം 16ഉം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 15th ടേമിൻ്റെയും 16th ടേമിൻ്റെയും ആവറേജ് എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, മീഡിയന് കിട്ടുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യണം, 15th ടേം എത്രയാണോ അതിൻ്റെയും 16th ടേമിൻ്റെയും ആവറേജ് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, മീഡിയനായിട്ട് കിട്ടുള്ളൂ. മനസ്സിലായോ? മീഡിയൻ കണ്ടുപിടിക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന നമ്പേഴ്സിന് എന്ത് ചെയ്യണം, അസെൻഡിങ്ങിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. എന്നിട്ട് മിഡിൽ വാല്യൂ കാണണം. ഇപ്പോൾ അവിടെ നിങ്ങൾ അസെൻഡിങ്ങിൽ എഴുതി വന്നപ്പോൾ 30 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 30 എണ്ണം ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചു. എന്ന് പറയുമ്പോൾ എന്താണ്, ഈവൻ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയല്ലേ. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾ മീഡിയൻ കണ്ടെത്താൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, n-ൻ്റെ പകുതി എടുക്കണം, n/2 ചെയ്യണം. എന്നിട്ട് n/2ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടണം. അങ്ങനെ എന്ത് കിട്ടും നിങ്ങൾക്ക്, 15ാമത്തെയും 16ാമത്തെയും പദമാണ് എന്തെന്ന് പറയുന്നത്, മീഡിയൻ എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോഴും കൃത്യമായിട്ട് പറയാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 പദങ്ങളെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടുന്നത്, മീഡിയൻ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം, ഒറ്റ സംഖ്യ. ഓക്കെ, ഓഡല്ലെങ്കിൽ
ഒറ്റ സംഖ്യയാണ് എന്ത് ചെയ്തത് n കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ n 15 എടുക്കാം. ഇതൊരു ഒറ്റ സംഖ്യയല്ലേ, 5ൽ അവസാനിക്കുന്നതല്ലേ, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും മീഡിയൻ കാണാൻ വേണ്ടി? മീഡിയൻ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് n/1/2 എടുക്കും. ഓക്കെ, എന്ത് ചെയ്യും? n/1/2. ഇവിടെയാണെങ്കിൽ n/2ത്തും n/2+1 എടുത്തിട്ട് വീണ്ടും നമ്മൾ ആവറേജ് എടുക്കും. പക്ഷേ ഓടല്ലെങ്കിൽ ഒറ്റയാണെങ്കിൽ എന്ത് ചെയ്യും? n/2 എടുക്കും. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? 15 + 1/2 അല്ലേ, 16/2 എന്ന് വരും. എത്രയെന്ന് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ 8th ടേമാണ് എന്ത് തോന്നുന്നു ഇവിടുത്തെ മീഡിയൻ എന്ന് പറഞ്ഞാൽ. 8th പൊസിഷനിലിരിക്കുന്ന ആരാണോ അവരാണ് എന്തെന്ന് കിട്ടുന്നത്? മീഡിയനായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ നമ്മളോട് ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാർക്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ വരും? മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് വരും. അപ്പോൾ നമ്മളോട് മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? ഇല്ല, നമ്മൾ കുറച്ചും കൂടി ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ മാർക്സ് ഇപ്പോൾ 700 മാർക്കുള്ളത് 2 കുട്ടികൾക്ക്, 800 മാർക്കുള്ളത് 4 കുട്ടികൾക്ക്, 900 മാർക്കുള്ളത് എത്ര പേർക്കാണ്? ഒരാൾക്കും, 1000 മാർക്കുള്ളത് 10 പേർക്കുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് എഴുതാനുള്ള ബോക്സ് എന്ന് പറഞ്ഞാൽ CF എന്ന് പറയുന്ന ബോക്സാണ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്നതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ 2 അതുപോലെ എഴുതും. 2ൻ്റെ കൂടെ 4 ആഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും? 6 വരും. അടുത്ത 6ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 7 വരും. 7ൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 17 വരും. ഇനി ഇത് കൂട്ടി നോക്കണം, ശരിയാണോ, ഈ 17 ആണോ ഇവിടെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യും? 10 + 1 11, 15, 16, 17. അപ്പോൾ ശരിയാണല്ലോ, ഇവിടെ കിട്ടിയതും ശരിയായിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ മാർക്സ് എന്താ? പക്ഷേ ഒരു കാര്യം കൂടെ, ഇവിടെ എന്തും കൂടെ ചേർക്കണം നമ്മൾ. അപ് ടു 700 വരെ, അപ് ടു 800 വരെ, അപ് ടു 900 വരെ, അപ് ടു 10,000 അല്ലെങ്കിൽ 1000 വരെ ആണല്ലോ. അപ്പോൾ 700 മാർക്ക് വരെയുള്ള കുട്ടികൾ 2 പേര്, 800 മാർക്ക് വരെയുള്ള കുട്ടികൾ 6 പേര്, 900 മാർക്ക് വരെയുള്ളത് 7 കുട്ടികൾ, 1000 മാർക്ക് വരെയുള്ളത് ആരാണ്? 17 കുട്ടികൾ. ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം? മീഡിയൻ കാണണം. എങ്ങനെയാണ് മീഡിയൻ കാണുന്നത്? മുകളിൽ പറഞ്ഞ കണക്ക് എങ്ങനെയാണ് കാണുന്നത്? മീഡിയൻ ഈസ് ഈക്വൽ ടു ഓഡ് നമ്പർ ആണല്ലോ. ഇവിടെ എന്താണ്? ഒറ്റ സംഖ്യയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? യെസ്, n+1/2 ഏതാണോ അത് എടുത്താൽ മതി അല്ലേ. അപ്പോൾ 17 + 1/2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 18/2. ദാറ്റ് മീൻസ് 9th ആയിട്ടുള്ള ആരാണോ അവരാണ് എന്തിൽ വരുന്നത്? അവരുടെ മാർക്കാണ് മീഡിയനായിട്ട് വരുന്നത്. ഇവിടെ 9th ആരാ വരുന്നത്? 7 മുതൽ 7 ശേഷം മുതൽ 8 മുതൽ 17 വരെയുള്ള ആൾക്കാർ ഇവിടെ അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ എന്തായിരിക്കും? 10,000 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ എന്തായിരിക്കും? 10,000 ആയിരിക്കും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. എപ്പോഴാണ്? ഇങ്ങനെ വൺ സൈഡ് മാർക്ക് മാത്രം തന്നിരിക്കും, നമ്പർ ഓഫ് സ്റ്റുഡൻസോ അങ്ങനെ എന്തെങ്കിലും തന്നിരിക്കും. ഓക്കെ, വൺ സൈഡ് ഇങ്ങനെ മാത്രം തന്നിരിക്കും. അതാണ് അത്. നിങ്ങൾ എന്ത് കൂടെ ചെയ്യണം? CFും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് മീഡിയൻ കണ്ടുപിടിക്കണം, എന്നാലേ കറക്റ്റ് കിട്ടും. ഇൻ കേസ് ഇവിടെ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്തേനെ നിങ്ങൾ? അല്ല, ഇൻ കേസ് നിങ്ങൾ ഓടാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഈവൻ ആണെങ്കിൽ വന്നിങ്ങനെ എന്താ ചെയ്തത്? n/2 എടുത്ത് n/2+1 കൂടെ എടുക്കും അല്ലേ. എന്നിട്ട് അവരുടെ എന്ത് ചെയ്യും? നിങ്ങൾ ആവറേജ് കാണും. അപ്പം നമുക്ക് നോക്കിയാലോ, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഒരു സിറ്റുവേഷൻ കൂടെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യനാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം CF എഴുതും അല്ലേ. എന്താണെന്ന് എഴുതും? CF 2ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6. 6ൻ്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 16. 16ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 22 കിട്ടും. ഇതും ഒന്ന് സം ചെയ്ത് നോക്കാമല്ലോ. എത്ര കിട്ടും? 10, 20, 22. ഇപ്പോൾ സെയിം തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? മീഡിയൻ. ഇനി നമുക്കിതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, മീഡിയൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുന്നത്? n എത്രയാണ് ഇവിടെ? 22 ആണല്ലേ. അപ്പോൾ ഇതെന്ത് നമ്പറാണ്? ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ അല്ലേ. ഈവൻ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ n/2th ടേം എടുക്കും. n/2 എത്രയാണ്? 22/2 ഈസ് ഈക്വൽ ടു 11th. 11th ആയിട്ടുള്ള കുട്ടി എവിടെയാണ് വരുന്നത്? 6 മുതൽ 16 വരെയാണല്ലേ 11th വരുന്നത് അല്ലേ. അപ്പോൾ ആരെടുക്കും നമുക്ക്? 900. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ എത്രയാണ്? 900.
ഓക്കെ, അപ്പോൾ ഈവൻ വന്നു കഴിഞ്ഞാലും ഓഡ് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്, ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് വരുന്ന സമയത്താണ്. എന്താണ് ക്ലാസ് എന്നറിയാമോ? ഇൻ്റർവെല്ലുള്ളതിനാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 10 വരെ. അപ്പോൾ ആരൊക്കെ വരാം? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇല്ലേ? 9 അല്ലേ, 9 വരെ വരാം. അപ്പോൾ 0 മുതൽ 9 വരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഇൻ്റർവെൽ ഉണ്ടാവും അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. നേരത്തേക്ക് അപ് ടു എന്നാണ് പറഞ്ഞത്, 700 വരെ അല്ലേ. ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മുതൽ ഇത് വരെ എന്ന് പറയുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ്, നമ്മുടെ ഹൈഫണിട്ട് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഇത് മുതൽ ഇതുവരെ ഉള്ളത് എത്ര പേർക്കാണ്? 4 മാർക്ക്. അപ്പോൾ ഈ 4 പേർക്ക് ചിലപ്പം 9 ആവാം, ഒരാൾക്ക് 8 ആവാം, ഒരാൾക്ക് 0 ആവാം, ഒരാൾക്ക് 1 ആവാം. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർവെല്ലിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 5 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, എന്നിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. നമ്മളോട് ചിലപ്പോൾ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാദ്യം ചെയ്യാനുള്ളത്, 2 കോളംസ് കൂടി ഇവിടെ വരേണ്ടി വരും. എന്തായിരിക്കും ഫസ്റ്റ് ഒന്ന് വരുന്നത്? മാർക്സ് തന്നെയാണ്. അതെങ്ങനെ നമ്മൾ എഴുതും? നേരത്തെ നമ്മൾ 700 എന്നൊക്കെ പറഞ്ഞില്ല, അപ് ടു എന്ന് ചേർത്തില്ല, അതുപോലെയാണ് ഇവിടെ വരുന്നത്. അപ് ടു ഇവിടുത്തെ ഏതാണ് വലിയ സംഖ്യ? ഇത് ലോവറും ഇത് അപ്പറുമാണ്. അപ്പോൾ എന്തെഴുതും? അപ് ടു 10, അപ് ടു 20, അപ് ടു 30, അപ് ടു 40 എന്ന് വെച്ചാൽ 10 മാർക്ക് വരെ ഉള്ളത് 4 കുട്ടികൾക്ക്, 20 വരെ ഉള്ളത് 8. പക്ഷേ ഇനി നമുക്ക് 20 വരെ ഉള്ളത് ശരിക്കും 8 കുട്ടികളാണോ? അല്ലേ. എത്ര പേര്? 12 പേര് വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് CF എഴുതണം അല്ലേ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നേരത്തെ എഴുതിയില്ലേ, അതുപോലെ ഇവിടെയും കൂട്ടി എഴുതണം, എന്നാലേ ശരി വരുള്ളൂ. അപ്പോൾ CF ബോക്സ് ഫില്ല് ചെയ്താലോ? 4, 8 + 4 എന്ത് കിട്ടും? 12, 12 + 10, 22, 22 + 9, 31. ഓക്കെ, ഇപ്പം എന്ത് മനസ്സിലായി? നമ്മൾ മാർക്സ് അപ് ടു എഴുതി, എന്നിട്ട് എന്ത് എഴുതി? CF എഴുതി അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ കൂട്ടി നോക്കണം. ഓക്കെ, 4 + 8 എത്രയാണ്? 12, 12 + 10, 22, പിന്നെ 9 കൂടെ അല്ലേ എത്ര? 8, 31. അപ്പോൾ ഇതും ശരിയാണെന്ന് മനസ്സിലായി. ഇനി എവരുടെ മീഡിയം കാണാൻ ചോദിക്കും. പക്ഷെ അതിനു മുന്നേ ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വേറെയും ചോദിക്കും. എന്തെല്ലാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഓടാണോ ഈവനാണോ? 1-ലല്ലേ അവസാനിച്ചപ്പോൾ എന്താണ്? ഓഡ് നമ്പറാണ് അല്ലേ. ഇവിടെ കിട്ടിയത് ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ എന്താ ചെയ്യുക? നമ്മളെന്ത് ചെയ്യും? n+1/2 ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ 31 അല്ലേ കിട്ടിയപ്പോൾ 31 + 1/2 എത്ര കിട്ടും? 32/2 എത്രയാണ്? 16th ആണ് അല്ലേ. 16th പദമാണ്, അല്ലെങ്കിൽ 16th വരുന്നത് ഏത് കുട്ടിയാണോ ആ കുട്ടിയുടെ മാർക്കാണ് ഇവിടെ എന്ത് കിട്ടുന്നത്, നമുക്ക് മീഡിയനായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. കാരണം 5 മാർക്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചോദിക്കുന്നത് എത്രാമത്തെ കുട്ടിക്കാണ്, അല്ലെങ്കിൽ എത്രാമത്തെ സ്ഥാനത്തിരിക്കുന്ന കുട്ടിക്കാണ് ഈ 16. ഇപ്പം നമുക്ക് മനസ്സിലായി എന്താണ് മീഡിയൻ 16 ആണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എത്രാമത്തെ സ്ഥാനത്തിരിക്കുന്ന കുട്ടിക്കാണ് മീഡിയൻ ക്ലാസ് വരുന്നതെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? 16ാമത്തെ സ്ഥാനത്തിരിക്കുന്നതാണ് അല്ലേ. അങ്ങനെയാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ എഴുതിയത് എങ്ങനെയാണ്, ഇതിപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. എത്രാം സ്ഥാനത്തിരിക്കുന്ന കുട്ടിക്കാണ് മീഡിയൻ വരുന്നത്? ഇപ്പോൾ ഏത് സ്ഥാനമാണ്? 16ാം സ്ഥാനത്തിരിക്കുന്നതാണ്. 16th പൊസിഷനിലിരിക്കുന്ന ആൾക്കാണ് എന്ത് വരുന്നത്? പൊസിഷൻ എന്ത് കിട്ടുന്നത്? മീഡിയൻ വരുന്നത്. ഓക്കെ, സ്ഥാനത്തിരിക്കുന്ന ആൾക്കാണ് എന്ത് കിട്ടുന്നത്? ഇവിടെ മീഡിയൻ കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് പൊസിഷനിലിരിക്കുന്ന ആൾക്കാണ് മീഡിയൻ വരുന്നതെന്ന്. അപ്പോൾ എന്ത് പറയാം നിങ്ങൾ? 16th പൊസിഷനിലിരിക്കുന്ന ആൾക്കാണ് എന്ത് വരുന്നത്? മീഡിയനായിട്ട് വരുന്നത്. അടുത്ത രണ്ടാമത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്ന മീഡിയൻ ക്ലാസ് ഏതാണെന്ന് ചോദിക്കും. ഇവിടെ വന്ന മീഡിയൻ്റെ ക്ലാസ് ഏതാണെന്ന് ചോദിക്കും. മീഡിയൻ്റെ ക്ലാസ് അല്ലേ ചോദിച്ചത്? മീഡിയൻ 16th ആണ്. 16th എവിടെയാണ് കിടക്കുന്നത്? 13 മുതൽ 22 വരെയുള്ള കുട്ടികൾ ഇവിടെയല്ലേ ഉള്ളത് അല്ലേ, ഇവിടെ അല്ലേ ഉള്ളത്. അപ്പോഴത്തേക്ക് മീഡിയൻ ക്ലാസ് ഏതായിരിക്കും? 20, 30 ആയിരിക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും മീഡിയൻ ക്ലാസ് എന്ന്. അപ്പോൾ എന്ത് പറയും?
20, 30 ആണെന്ന് പറയുന്നത് ഇവിടുത്തെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചോദിക്കുമായിരിക്കും? എത്രയാണ് മീഡിയൻ എന്ന് ചോദിക്കുമായിരിക്കും അല്ലേ. ഏത് പൊസിഷനാണെന്ന് ചോദിച്ചു, മീഡിയൻ ക്ലാസ് ഏതാണെന്ന് ചോദിച്ചു, അടുത്ത് ചോദിക്കാൻ പോകുന്നത് എന്താണ്? മീഡിയൻ എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നിങ്ങൾ ഇവിടെ ചെയ്യാനുള്ളത് ഡി കാണണം. ഓക്കെ, ഡി എന്നുള്ള വസ്തു കാണണം. അതെങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ നിങ്ങൾ ഇൻ്റർവെൽ വരൂലേ, അവർ തമ്മിലുള്ള വ്യത്യാസം ബൈ എത്ര കുട്ടികളാണ് ആ ഇൻ്റർവെല്ലിലുള്ളത്. ഓക്കെ, അപ്പോൾ വ്യത്യാസം എടുക്കുവാണ്. 30 - 20 ബൈ എത്ര കുട്ടികൾ? 10 കുട്ടികൾ അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 10/10 = 1 എന്ന് കിട്ടും. അപ്പോൾ വ്യത്യാസം എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ഇവിടെ നോക്കാനുള്ളത്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു 13 മുതൽ 22 വരെയുള്ള കുട്ടികൾക്കാണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിലെ 13ാമത്തെ കുട്ടിക്ക് എത്ര മാർക്കാണെന്നറിയാവോ? അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ 13ാമത്തെ കുട്ടിയുടെ മാർക്ക് എത്ര എന്നാണ് നമുക്കിവിടെ കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിച്ചാൽ മാത്രമേ 16ാമത്തെ കുട്ടിക്ക് എത്ര കിട്ടിയെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ 13ാമത്തെ കുട്ടിക്കുള്ളത് എങ്ങനെയാണ് കാണുന്നതെന്നറിയോ? നമ്മൾ ഈ ഇൻ്റർവെല്ലിലെ മുകളിലത്തെ നമ്പർ ഉണ്ടല്ലോ 20ൻ്റെ കൂടെ നമ്മൾ ഒരാളെ ആഡ് ചെയ്യും അല്ലെങ്കിൽ ഒരാളെ കൂട്ടും. ആരെയാണെന്നറിയാമോ? ഈ കിട്ടിയിലെ ഒന്ന് ഈ ഡിയുടെ പകുതിയാണ് കൂട്ടുന്നത്. എന്ത് ചെയ്യും? ഡിയുടെ പകുതിയെ കൂട്ടും. അപ്പം 20 + 1ൻ്റെ പകുതി എന്താണ് വരുന്നത്? 0.5 അല്ലേ. 0.5 കൂട്ടും. അപ്പം നമുക്ക് എത്ര കിട്ടും? 20.5 ആണ് എന്ത്? 13ാമത്തെ കുട്ടിയുടെ മീഡിയൻ അല്ലെങ്കിൽ 13ാമത്തെ കുട്ടിയുടെ എന്ത് മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഇതാണോ? അല്ല. ഇൻ കേസ് നിങ്ങളോട് വീണ്ടും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കാൻ ചോദിക്കുക, അല്ലെങ്കിൽ വേറെ ചോദിക്കുക. എന്താണ് ഇങ്ങനെ നമുക്കറിയാലോ, ഈ ക്ലാസ്സിൽ വരുന്ന ഏറ്റവും മുകളിലുള്ള ആളുടെ ഇത് മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എന്നാലേ 16ാമത്തെ ആളുടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചോദിക്കാം, 13ാമത്തെ ആൾക്ക് കിട്ടിയ മാർക്ക് എത്ര ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം നിങ്ങൾ? ഈ ഇൻ്റർവെല്ലിലെ മുകളിലത്തെ മാർക്ക് പ്ലസ് d/2 എടുക്കണം. ഇനി 16ാമത്തെ ആളുടെ കണ്ടുപിടിക്കാമല്ലോ. 13ാമത്തെ ആളുടേത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണെന്ന്? 20.5 എന്ന്. ഇനി 16ാമത്തെ ആളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി 13 കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ആരെ കൂട്ടിയാൽ മതി? ഡി കിട്ടിയത് നമുക്ക് എത്രയാണ്? ഡി കിട്ടിയത് 1 എന്നാണ് അല്ലേ. അപ്പോൾ ഈ 16ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കണം. 16ഉം 13ഉം എത്രയാണ്? 16 - 13 3 അല്ലേ. അപ്പോൾ 3 × ഈ ഡി എത്രയാണ് അതുകൊണ്ട് ചെയ്യണം ഇല്ലേ. ഡി വ്യത്യാസമല്ലേ പറഞ്ഞു. അപ്പോൾ 3 പ്രാവശ്യം വ്യത്യാസമല്ലേ അവർ തമ്മിൽ. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ 20.5 + 3 = 23.5 ആണ് എന്ത്? 16ാമത്തെ ആളുടെ മാർക്ക് എന്ന് പറയുന്നത്. 16ാമത്തെ ആളുടെ മാർക്ക് എന്താണ്? നമുക്കിവിടെ മീഡിയനാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് ചെയ്യാൻ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ എണ്ണീറ്റൊക്കെ CF എടുക്കണം അല്ലേ. CF എടുക്കണം. CF എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? മീഡിയൻ ക്ലാസ് ഏതാണെന്ന് തിരിച്ചറിയാം. അടുത്ത മീഡിയൻ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ഡി കണ്ടുപിടിക്കണം അല്ലേ. ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം ബൈ എത്ര പേരാണെന്ന് ചെയ്യുമ്പോൾ ഡി കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വന്ന ക്ലാസ്സിലെ ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് കാണണം. അതാണ് ഈ കണ്ട 13. അടുത്ത് നമ്മളോട് ചോദിച്ചത്, അല്ലെങ്കിൽ നമുക്ക് മീഡിയനാണ് ചോദിച്ചത്, മാധ്യമമാണ് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 16ാമത്തത് ഇതുപോലെ കണ്ടുപിടിക്കും. ഇനി ക്ലാസ്സസിൽ തന്നെ നമ്മുടെ ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്നറിയാവോ? ഇതുപോലെ തന്നെ ചെയ്യും. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അത് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇത്രയും മാത്രമേ പഠിക്കാനുള്ളൂ. സിമ്പിളാണ്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കണം. ഓക്കെ.